നമസ്കാരം. KCB വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. കൊടകര സെന്റ് ജോസഫ് ഫൊറോന ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ യൗസേപ്പിതാവിന്റെ ഊട്ടുതിരുനാളിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. കുഴിക്കാട്ടുശ്ശേരി ഗ്രാമികയുടെ വേനൽമഴ ക്യാമ്പിൽ വേറിട്ട അനുഭവമായി കുട്ടികളുടെ നാടകാവതരണം. നോർത്ത് ചാലക്കുടി മഠത്തിൽക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവത്തിന് തിങ്കളാഴ്ച കൊടിയേറുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. തരൻ ചാലക്കുടിയും ലയൺസ് ക്ലബ്ബും സംയുക്തമായി ലയൺസ് ഹാളിൽ സംഘടിപ്പിച്ച ഗുരുവന്ദനം ചലച്ചിത്ര സംവിധായകൻ ജോസ് തോമസ് ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. കൊടകര സെന്റ് ജോസഫ് ഫൊറോന ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ യൗസേപ്പിതാവിന്റെ ഊട്ടുതിരുനാളിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ 6:30 നടക്കുന്ന വിശുദ്ധ കുർബാനയ്ക്കു ശേഷം ഊട്ടുവെഞ്ചിരിപ്പുണ്ടായിരിക്കും. വികാരി ഫാദർ ജെയ്സൺ കരിപ്പായി മുഖ്യ കാർമ്മികത്വം വഹിക്കും. തുടർന്ന് 8:30 വിശുദ്ധ കുർബാനയും 10 തിരുനാൾ പാട്ടുകുർബാനയും ഉണ്ടാകും. തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ഫാദർ ലിൻസ് മേലെപ്പുറം CMI മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഫാദർ ഡോക്ടർ വിൻസെന്റ് ആലപ്പാട്ട് തിരുനാൾ സന്ദേശം നൽകും. 4 സെന്റ് ജോസഫ് ഫാമിലി കുർബാന ഉണ്ടാകും. തുടർന്ന് 4:30 തിരുനാൾ പ്രദക്ഷിണം, രാത്രി 7:30 പ്രദക്ഷിണ സമാപനം, വർണ്ണമഴ എന്നിവയും ഉണ്ടാകും. ചുട്ടുപൊള്ളുന്ന വേനലിൽ ജലം പ്രമേയമാക്കി കുട്ടികൾ അവതരിപ്പിച്ച നാടകം മങ്കിയ വേറിട്ട അനുഭവമായി. കുഴിക്കാട്ടുശ്ശേരി ഗ്രാമികയുടെ വേനൽമഴ ക്യാമ്പിൽ പങ്കെടുത്ത 50ഓളം കുട്ടികളാണ് കാലിക പ്രസക്തമായ വിഷയവുമായി രംഗത്തെത്തിയത്. കുട്ടികളുടെ നാടകത്തെക്കുറിച്ചുള്ള മുൻവിധികളെയെല്ലാം മാറ്റിമറിക്കുന്നതായി രംഗാവതരണം. UP മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികൾ പങ്കെടുത്ത ക്യാമ്പിൽ രൂപപ്പെടുത്തിയതാണ് നാടകം. 15 ദിവസത്തെ പരിശീലനം കൊണ്ട് ജലദൌർലഭ്യം പോലുള്ള ഗൌരവമേറിയ പ്രമേയത്തെ കാണികളിലേക്ക് എത്തിക്കാൻ കുട്ടികളെ കൊണ്ട് സാധിച്ചു. അവതരണ മികവും വേഷവിധാനവും സർഗാത്മകമായി. ജലത്തിന്റെ വിഷയത്തോടൊപ്പം എല്ലാവർക്കും അവകാശപ്പെട്ട മഴത്തുള്ളികളെ വരേണ്യർക്കു മാത്രമായി പരിമിതപ്പെടുത്തുന്ന അധികാരത്തിന്റെ രാഷ്ട്രീയവും നാടകം മുന്നോട്ട് വയ്ക്കുന്നു. പ്രമേയത്തിന്റെ ഭാരമൊന്നും അലട്ടാതെ സ്വയം ആസ്വദിച്ചുള്ള അഭിനയം കാഴ്ചവെക്കാൻ കുട്ടികൾക്കായി. കുട്ടികളുടെ നാടകം എങ്ങനെയായിരിക്കണമെന്ന മുൻവിധികളെ അതിലംഘിക്കാൻ നാടകത്തിന് കഴിഞ്ഞു. ക്യാമ്പ് ഡയറക്ടറായിരുന്ന സലേഷ് പത്മിനി സുബ്രഹ്മണ്യനാണ് നാടകം രൂപകൽപ്പന ചെയ്തത്. ഗ്രാമിക കലാവേദിയും ആളൂർ ഗ്രാമപഞ്ചായത്തും ചേർന്ന് സംഘടിപ്പിക്കുന്ന ദേശക്കാഴ്ചയുടെ ഭാഗമായാണ് വേനൽമഴ ക്യാമ്പും നടന്നത്. ജിനേഷ് ആമ്പല്ലൂരും നാടക രൂപീകരണത്തിൽ മുഖ്യ പങ്കുവഹിച്ചു. CS നന്ദനയായിരുന്നു ക്യാമ്പ് ലീഡർ. തുടർച്ചയായ 21ാം വർഷമാണ് ഗ്രാമിക കുട്ടികൾക്കായി നാടക പരിശീലന കളരി സംഘടിപ്പിക്കുന്നത്. സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന നവീകരിച്ച ആളൂർ പ്രസാദവരനാഥ പള്ളിയുടെ വെഞ്ചിരിപ്പും പുനഃപ്രതിഷ്ഠയും ജൂബിലി വർഷ ഉദ്ഘാടനവും മെയ് 5 പകൽ 2:30 നടക്കും. ഇരിങ്ങാലക്കുട രൂപതാ മെത്രാൻ മാർ പോളി കണ്ണൂക്കാടൻ ഉദ്ഘാടനം ചെയ്യും. മുൻ വികാരി ഫാദർ ജോസ് പന്തല്ലൂക്കാരൻ അനുഗ്രഹ പ്രഭാഷണം നടത്തും. ഇരിങ്ങാലക്കുട രൂപതാ വികാരി ജനറൽ ഫാദർ വിൽസൺ ഈരത്തറ അധ്യക്ഷനാകും. വികാരി ഫാദർ ടിൻഡോ കൊടിയൻ, പള്ളി നിർമ്മാണ കമ്മിറ്റി സെക്രട്ടറി ടോണി പുലിക്കോട്ടിൽ തുടങ്ങിയവർ സംസാരിക്കും. തുടർന്ന് മെയ് 6 നടക്കുന്ന ഇടവക ദിനാചരണം വൈകിട്ട് 5:30 മുൻ വികാരി ഫാദർ ജെയ്സൺ കരിപ്പായി ഉദ്ഘാടനം ചെയ്യും. നോർത്ത് ചാലക്കുടി മഠത്തിൽക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവത്തിന് തിങ്കളാഴ്ച കൊടിയേറുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. രാവിലെ മുതൽ വിശേഷാൽ പൂജകൾ, ദീപാരാധന, മുളയിടൽ, കൊടിക്കൂറ സമർപ്പണം, രാത്രി 8:30 ക്ഷേത്രം തന്ത്രി കാരണത്ത് മനയിൽ ശ്രീധരൻ നമ്പൂതിരി കൊടിയേറ്റ് നടത്തും. അത്താഴ പൂജ, നൃത്തനൃത്യങ്ങൾ, ചൊവ്വാഴ്ച രാവിലെ മുതൽ നാരായണീയ പാരായണം, വിശേഷാൽ സർപ്പപൂജ, ദീപാരാധന, കേളി, അത്താഴ പൂജ, രാത്രി 7:30 മഠത്തിൽക്കാവ് കണ്ണകി അവതരിപ്പിക്കുന്ന കൈക്കുട്ടിക്കളി, തട്ടകത്തെ കലാപ്രതിഭകൾ അവതരിപ്പിക്കുന്ന നൃത്തസന്ധ്യ, ബുധനാഴ്ച ക്ഷേത്ര ചടങ്ങുകൾ, രാത്രി 8 ബാലെ, വ്യാഴാഴ്ച ക്ഷേത്ര ചടങ്ങുകൾക്ക് പുറമെ രാത്രി 7 മണിക്ക് 2 താലി സംഘങ്ങളുടെ നേതൃത്വത്തിൽ താലി എഴുന്നള്ളിപ്പ്, വെള്ളിയാഴ്ച രാവിലെ ശാസ്താവിന് വിശേഷാൽ പൂജകൾ, രാത്രി 7:30 കൈക്കുട്ടിക്കളി, സമാദരണം, തുടർന്ന് പള്ളിവേട്ട എഴുന്നള്ളിപ്പ്, ശനിയാഴ്ച പ്രതിഷ്ഠാദിനം, അമൃതഭോജനം, ഉച്ചതിരിഞ്ഞ് 3:30 കൂടപ്പുഴ ആറാട്ടുകടവിലേക്ക് ആറാട്ട് എഴുന്നള്ളിപ്പ്, രാത്രി 8 കൊടിയിറക്കൽ, കലശാഭിഷേകം, ദീപാരാധന, ശ്രീഭൂതബലി എന്നിവയാണ് പ്രധാന പരിപാടികൾ. വാർത്താ സമ്മേളനത്തിൽ മേൽശാന്തി അരൂർ സജീവ് ശാന്തി, രക്ഷാധികാരി N കുമാരൻ, PT പ്രസിഡന്റ് KS രാജീവ്, ജോയിന്റ് സെക്രട്ടറി TR പീതാംബരൻ എന്നിവർ പങ്കെടുത്തു.
ഞങ്ങളുടെ ക്ഷേത്രത്തിലെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നാട്ടിലുള്ള കുട്ടികൾക്കും അമ്മമാർക്കും അവരുടെ കലാവാസനകളെ അവതരിപ്പിക്കാനുള്ള ഒരു വേദി കൊടുക്കുക എന്നതാണ്. പുറമേ നിന്നും കൂടുതൽ ആനയോ അല്ലെങ്കിൽ മറ്റുള്ള വാദ്യമേളകളോ അതിനെല്ലാം ആലോചിച്ചുമാണ് കൊടിയേറ്റോടുകൂടി 6 ദിവസമായിട്ട് ഇങ്ങനെ ചെയ്യാം. അതിൻ്റെ ഒരു ദിവസം മുമ്പേ ശ്രദ്ധിക്കുക. താന്ത്രിക ആചാരപ്രകാരം എല്ലാ ക്രിയകളും കൃത്യമായി അനുഷ്ഠിക്കുന്ന ഒരു ക്ഷേത്രമാണ്. അതും അത്യപൂർവമായിട്ടുള്ളൊരു തരംഗ് ചാലക്കുടിയും ലയൺസ് ക്ലബ്ബും സംയുക്തമായി ലയൺസ് ഹാളിൽ സംഘടിപ്പിച്ച ഗുരുവന്ദനം ചലച്ചിത്ര സംവിധായകൻ ജോസ് തോമസ് ഉദ്ഘാടനം ചെയ്തു. തരംഗ് പ്രസിഡന്റ് കലാഭവൻ ജയൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർമാൻ എ.ബി. ജോർജ് മുഖ്യാതിഥിയായി. സംഗീത അധ്യാപന രംഗത്ത് 40 വർഷം പിന്നിടുന്ന അന്നമനട ബാബുരാജ് മാസ്റ്റർ, തുമ്പൂർ സുബ്രഹ്മണ്യൻ, അന്നമനട സുരേഷ് മാസ്റ്റർ, നാടകരംഗത്ത് 40 വർഷം പിന്നിടുന്ന പൌലോസ് കുയിലാടൻ, നാടക ലൈറ്റിംഗ് രംഗത്ത് 60 വർഷം പിന്നിടുന്ന കുട്ടൻ പള്ളത്തേരി എന്നിവരെ ആദരിച്ചു. വൃക്ക സംബന്ധമായ അസുഖം തബലിസ്റ്റ് അഖിലേഷിന് ചികിത്സാ സഹായ വിതരണം നഗരസഭാ കൌൺസിലർ വി.ജെ. ജോജിയും വിദ്യാഭ്യാസ സഹായ ഫണ്ട് പാസ്റ്റ് ലയൺസ് പാസ്റ്റ് മൾട്ടിപ്പിൾ ചെയർമാൻ സാജു പാത്താടനും വിതരണം ചെയ്തു. ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് ഡേവിസ് കല്ലിങ്ങൽ, തരംഗ് സെക്രട്ടറി സുധി കലാഭവൻ, വിജയൻ മൽപ്പാൻ, സുധീഷ് ചാലക്കുടി, സജീഷ് കളരിക്കൽ, ജോ ചാലക്കുടി, മായ ശശികുമാർ, അഡ്വക്കേറ്റ് ലീന നാരായണൻ എന്നിവർ സംസാരിച്ചു. സുവർണ ഗാനങ്ങൾ കോർത്തിണക്കി കുമാർ കലാസദൻ നയിച്ച തരംഗിന്റെ മെഹഫിൽ അരങ്ങേറി. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, എന്റെ എന്തെങ്കിലും കഴിവുകൾ ഉപയോഗിച്ച് ഇവരുടെ കഴിവുകൾ വിളിച്ചു കൊണ്ടുവരേണ്ടതെന്ന് ഞാൻ ഉറപ്പായി ചെയ്തിരിക്കും. അത് മാത്രമേ എനിക്കിപ്പോൾ പറയാൻ കഴിയൂ. ഇതൊക്കെ പല പല സാഹചര്യങ്ങളിലും പല കെട്ടുപാടുകളിലും ചിലപ്പോൾ സാധിക്കാത്തവരുമായിരിക്കാം. പക്ഷേ എൻ്റെ ആഗ്രഹം ഞാൻ പറയുകയാണ്. അതുകൊണ്ട് തന്നെ ഈ തികഞ്ഞ കലാകാരന്മാരെ ഞാൻ ഹൃദയത്തോട് ചേർത്തുകൊണ്ട് ഞാൻ ആരാധിക്കുന്നു, ആദരിക്കുന്നു, അവരെ നമസ്കരിക്കുന്നു. പൗലോസ് കുയിലാടൻ, തുമ്പൂർ സുബ്രഹ്മണ്യൻ മാസ്റ്റർ, അന്നമനട സുരേഷ് മാസ്റ്റർ, അതുപോലെ കുട്ടൻ പള്ളത്തേരി തുടങ്ങിയവരൊക്കെ തന്നെ കഴിഞ്ഞ ഏതാനും കാലങ്ങളായി ചാലക്കുടിയിലെ കലാരംഗത്ത് നിറഞ്ഞു നിന്ന ആളുകളാണ്. അത് പറഞ്ഞതനുസരിച്ച് ഞാൻ മനസ്സിലാക്കിയത് പൗലോസ് കുയിലാടൻ മാത്രം കുറച്ച് കാലമായി അമേരിക്കയിൽ പോയി ജീവിച്ചു വരികയാണ്. അദ്ദേഹം അമേരിക്കൻ സിറ്റിസൺ ആണെങ്കിലും നമ്മുടെ നാടും നമ്മുടെ കലയും എല്ലാ കൊടകര നാടകവുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി നാടകങ്ങളിൽ അദ്ദേഹം നല്ല വേഷം അണിഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല, അദ്ദേഹം ഷോർട്ട് ഫിലിമുകൾ അഭിനയിച്ചത് അമേരിക്കയിലെ മലയാളികളുടെയും പലതവണ അവിടെ നാടകോത്സവത്തിൽ ഏറ്റവും ബെസ്റ്റ്. സുഹൃത്തിനെ ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ കാഞ്ഞിരപ്പള്ളി മണിയാടൻ ശരത് കുമാറിനെ ചാലക്കുടി പോലീസ് അറസ്റ്റ് ചെയ്തു. കാഞ്ഞിരപ്പള്ളി IHDP കോളനിയിലെ കൊല്ലംപറമ്പിൽ മഹേഷിനെ കഴിഞ്ഞ മാസം 23-ാം തീയതി രാത്രിയിൽ വീട്ടിലിരിക്കുമ്പോൾ സുഹൃത്തായ ശരത് വന്ന് ചവിട്ടി ക്രൂരമായി മർദ്ദിച്ചതായാണ് പരാതി. അവശനായ മഹേഷിനെ ചാലക്കുടി പോലീസെത്തി ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലും തൃശൂർ മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചു. കേസ് വേണ്ട രീതിയിൽ അന്വേഷിക്കാത്തതിനെ തുടർന്ന് അമ്മ മണി തൃശൂർ ജില്ലാ പോലീസ് മേധാവിയെ നേരിൽ കണ്ട് ചാലക്കുടി പോലീസ് വേണ്ട രീതിയിൽ കേസ് അന്വേഷിക്കുന്നില്ലെന്ന് പരാതി നൽകി. മണിക്കൂറുകൾക്കുള്ളിൽ പോലീസ് പ്രതിയുടെ വീട്ടിൽ വന്ന് കസ്റ്റഡിയിലെടുത്തു. മേൽ നടപടികൾക്കു ശേഷം കോടതിയിൽ ഹാജരാക്കി. സീറോ മലബാർ സഭയുടെ സാമുദായിക സംഘടനയായ കത്തോലിക്ക കോൺഗ്രസ് 106-ാം ജന്മവാർഷികം ആചരിച്ചു. രൂപത പ്രസിഡന്റ് പത്രോസ് വടക്കുംചേരി രൂപത ആസ്ഥാനമായ ആളൂർ BLM മാർത്തോമ സ്ക്വയറിൽ പതാക ഉയർത്തി. തുടർന്ന് നടന്ന സമ്മേളനത്തിന് പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു. 2021 മുതൽ 24 വരെയുള്ള പ്രവർത്തനങ്ങൾ വിലയിരുത്തി. ഒപ്പം നിന്ന് പ്രവർത്തിച്ച എല്ലാവർക്കും നന്ദി അറിയിച്ചു. അർപ്പണ മനോഭാവവും കാര്യപ്രാപ്തിയുമുള്ള ഭരണസമിതിയെ തെരഞ്ഞെടുക്കണമെന്ന് യോഗം തീരുമാനിച്ചു. ജനറൽ സെക്രട്ടറി ഡേവിസ് ഊക്കൻ, ട്രഷറർ ആന്റണി തൊമ്മാന, ജോസഫ് വാസുപുരത്തുകാരൻ, CR പോൾ, സിജോ ബേബി, PRO ഷോജൻ ടി വിധേയത്തിൽ എന്നിവർ സംസാരിച്ചു. സ്വർണ്ണവില ഗ്രാമിന് 6585 രൂപ, പവന് 52,680 രൂപ.
എത്രയോ മുഖങ്ങളിൽ തേടിയതാണ് മുഖം, എത്രയോ ചുണ്ടുകളിൽ തിരഞ്ഞു ഞാൻ സ്വരം, നിലാവിനെ വെല്ലും ചാരുതയാ നിറഞ്ഞു നിൽപ്പൂ സ്വർണ്ണശോഭയിൽ നിൻമുഖം മാത്രം, നിൻമുഖം മാത്രം. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൊടകര സെന്റ് ജോസഫ് ഫൊറോന ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ യൗസേപ്പിതാവിന്റെ ഊട്ട് തിരുനാളിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. കുഴിക്കാട്ടുശ്ശേരി ഗ്രാമികയുടെ വേനൽമഴ ക്യാമ്പിൽ വേറിട്ട അനുഭവമായി കുട്ടികളുടെ നാടകാവതരണം. നോർത്ത് ചാലക്കുടി മഠത്തിൽക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവത്തിന് തിങ്കളാഴ്ച കൊടിയേറുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. തരംഗ് ചാലക്കുടിയും ലയൺസ് ക്ലബ്ബും സംയുക്തമായി ലയൺസ് ഹാളിൽ സംഘടിപ്പിച്ച ഗുരുവന്ദനം ചലച്ചിത്ര സംവിധായകൻ ജോസ് തോമസ് ഉദ്ഘാടനം ചെയ്തു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.